പ്രിയമുള്ളവരെ, പി എ ലത്തീഫ് വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് മാറാക്കര മഹോത്സവവുമായി ബന്ധപ്പെട്ട് പഴയതും പുതിയതുമായ ഒത്തിരി വിശേഷങ്ങൾ ഇവിടെ പങ്കുവെക്കാനുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരൽപ്പം വിശേഷങ്ങളാണ് മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. എന്നാലും ഈ ഒരു പാട്ടിലൂടെ ഒന്നിൽ കൂടുതൽ പാട്ടുകളിലായിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിൽ നമുക്ക് ആമിന ഐടിയുടെ നേതൃത്വത്തിൽ അവർ സ്വയം നിർമ്മിച്ച, അതായത് അവിടുത്തെ വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച വാഹനവും അതിൻ്റെ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ഒരു എഞ്ചിൻ്റെ പ്രവർത്തനം എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ലൈവ് കാഴ്ചകളൊക്കെയാണ് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ആദ്യമായി ഇവിടെ കൊച്ചുമിടുക്കികൾ ആ വാഹനത്തിൽ കയറി അവരങ്ങനെ സന്തോഷവതികളായിട്ടിരിക്കുകയാണ്. എന്തായാലും ഇവരുമായിട്ട് ഒരല്പം സംസാരത്തിന് ശേഷം തുടർന്നുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ വണ്ടി പോവോ മക്കളെ? ഈ മൈക്ക പിടിച്ചാൽ ആദ്യം ഒന്നാലും നിങ്ങൾ പറഞ്ഞ കേൾക്കുള്ളൂ. പറയും ഈ വണ്ടി പോവോ? ഈ വാഹനം പോവോ? സ്റ്റാർട്ടാക്കിയ പോവും. നിങ്ങൾ സ്റ്റാർട്ടാക്കാതിരിക്കണല്ലേ? അത് പോവില്ല. ഈ വാഹനം പോവില്ല, പക്ഷെ ഇത് പോവും. ഈ പോകുന്ന വണ്ടിയിലാണ് നിങ്ങൾ കയറിക്കുന്നല്ലേ? നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ എല്ലാരെയും. അടുത്ത ആള് അപ്പുറത്തെ. കൊച്ചിന്റെ പേര് പറഞ്ഞ? ഓക്കെ സൂപ്പർ പേരാട്ടാ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ വണ്ടിയിൽ കയറിയിരിക്കുന്ന എന്തിനാ? ചുമ്മാ ഇവിടെ റൗണ്ട് അടിക്കോ? അടിക്കാൻ അറിയില്ലല്ലേ? നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ നല്ല പാട്ടുകാരാന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ സമയമില്ലാതെ ഞാൻ പാട്ട് പിന്നെ നമുക്ക് പാടല്ലേ? നിങ്ങൾ ഡാൻസ് കളിക്കുന്ന പറഞ്ഞാൽ ശരിയാ? നിങ്ങൾ പാട്ട് പാടാൻ അറിയില്ല? ഡാൻസ് കളിച്ചാൻ അറിയോ? നിങ്ങൾ എന്തായാലും ഇവിടെ സ്റ്റേജ് ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാൽ ശരിയാ? അങ്ങനെടാ. നിങ്ങൾ ഡാൻസ് എപ്പോഴാ തുടങ്ങുക? എപ്പോഴാ ഡാൻസ് തുടങ്ങും? രാത്രി 7 മണിക്ക് നിങ്ങൾ ഡാൻസ് തുടങ്ങും. അപ്പൊ നമുക്ക് ഡാൻസ് എടുക്കണം കേട്ടാ. ഓക്കെ. കുട്ടി എന്താ പറഞ്ഞ? കുട്ടി രാത്രി ഉറങ്ങുമ്പോ ഡാൻസ് കളിച്ചോ? കുട്ടിയെ ഉറങ്ങുന്ന സമയത്ത് ഡാൻസും കളിച്ചൂല, നല്ല കുട്ടിയായിട്ട് ഉറങ്ങും അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ഓക്കെ. ബൈ. നിങ്ങളെ പേരൊന്ന് പറയാ ആദ്യം. എന്റെ പേര് മഹേഷ് കൃഷ്ണൻ. ആമിന ഐടിയില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. തിയറി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. നമ്മുടെ പിള്ളേര് ചെയ്തിട്ടുള്ള കുറെ മിനിയേച്ചേഴ്സ് ആണ്. നിങ്ങളെ പിള്ളേരൊന്നും കാണാനില്ലല്ലോ. സ്റ്റുഡൻസ് അങ്ങോട്ട് പോന്നോട്ടെ. അവരൊക്കെ ഓരോ പരിപാടിയിലാണ്. കാര്യങ്ങളിലാണ്. ഇത് അവര് ചെയ്തിട്ടുള്ള ഓരോ പ്രോഗ്രാമിന്റെ ഓരോ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ എഞ്ചിൻ കട്ട് പീസ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള എഞ്ചിന്റെ ഭാഗങ്ങളുണ്ട്. പിന്നെ അതേപോലെ ഗിയർ ബോക്സുകള്. പിന്നെ അവർ ഓരോ വർഷത്തിൽ അവർ ചെയ്യുന്ന പ്രൊജക്ടുകളാണ് ഈ ഇരിക്കുന്ന പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ ഈ കാണുന്നതൊക്കെ. അതെ, ഇത് ഓരോ ഭാഗങ്ങളുടെ കട്ട് ഓഫ് ആണ്. നമ്മള് പമ്പുകളും അതേപോലെ ബ്രേക്ക്, സ്റ്റാർട്ടിംഗ് മോട്ടോർ, ക്ലച്ച്, സ്പാർക്ക് പ്ലഗ്, ഓയിൽ ഫിൽറ്റർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇത് ഇവിടുന്ന് അവര് ഓരോ വർഷത്തിൽ ചെയ്തിട്ടുള്ള അവരുടെ ഐഡിയയിൽ ഉദിച്ചിട്ടുള്ള ഓരോരോ മിനിയേച്ചേഴ്സ് ആണ്. ഓരോ ഭാഗങ്ങളും കാര്യങ്ങളാണ് ഇപ്പൊ അവര് ചെയ്തിട്ടുള്ളത്. ഇതൊരു നമ്മുടെ ഓയിലിന്റെ അല്ലെങ്കിൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ ഒരു വർക്കിംഗ് റൂട്ട് മാപ്പ് ആണ്. വർക്ക് ചെയ്യുന്നത്, ഓയിൽ വരുന്നത് എങ്ങനെയൊക്കെയാണ് ഓയിൽ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു മിനിയേച്ചർ ആണ് ചെയ്തിട്ടുള്ളത്. അത് ഓയിൽ ഗണ്ണ്, ഗ്രീസ് ഗൺ എന്ന് പറയും. നമ്മൾ വലിയ വാഹനങ്ങളിലെ ഗ്രീസ് അടിക്കാൻ വേണ്ടിയിട്ട് ഗ്രീസ് ഗണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് അവര് ഓരോ വർഷത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവർക്ക് ചെയിൻ നമ്മളെ ഒക്കെ നമ്മുടെ ടൂൾസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ്, നെറ്റ്, ബോൾട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവര് ഓരോ ഹെലികോപ്റ്റർ ആണ്. പക്ഷെ ഇതില് പ്രത്യേകത എന്താ വെച്ചാൽ ഇതില് പിസ്റ്റന്റെ റിങ്ങുകളും കാര്യങ്ങളും, പിന്നെ അതേപോലെ ഫാനുകൾ, ലീഫുകളൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു ഗിറ്റാറും കാര്യങ്ങളൊക്കെ, വയലിൻ ഒക്കെ കാര്യങ്ങളൊക്കെ വായിക്കുന്ന കാര്യങ്ങള്, അത് ചെയ്തിട്ടുള്ള ഓരോ നെട്ടുകളും അതിലുള്ള കമ്പികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ വാഹനം ഇത് വർക്ക് ചെയ്യുന്ന വാഹനമാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് എല്ലാം അവര് ഡിസൈൻ ചെയ്തിട്ടുള്ള, പിള്ളേരെ ഡിസൈൻ ചെയ്തിട്ടുള്ള, സീനിയേഴ്സ്, സൂപ്പർ സീനിയേഴ്സ് ഒക്കെ കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത്. അപ്പോ കഴിഞ്ഞ വർഷം ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഇപ്പൊ നമ്മളിത് പുതുക്കി കുറച്ച് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഇറക്കിയിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മള് എഞ്ചിൻ യൂസ് ചെയ്തിരിക്കുന്നത് ഓട്ടോന്റെ എഞ്ചിനാണ്. സിമ്പിൾ ഓട്ടോന്റെ 3 വീലർ ആയിട്ടുള്ള ഓട്ടോന്റെ എഞ്ചിൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതില്
വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഇതിലേക്കുള്ള കൺവേർഷൻ ഒക്കെ ബാക്കിലാണ് വരുന്നത്. എഞ്ചിനൊക്കെ ബാക്കിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഫ്രണ്ടിൽ നമ്മൾ ആക്ച്വലി കാര്യങ്ങള് എന്താണ് സ്റ്റിയറിംഗ് കാര്യങ്ങളല്ലാതെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഡീസൽ എഞ്ചിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡീസൽ എഞ്ചിൻസ് ആണ് നമ്മൾ ഓട്ടോന്റെ ഡീസൽ എഞ്ചിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്കപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോന്റെ സൗണ്ട് ആണ് വരിക. ഫുള്ളി ഇതിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റുഡൻസ് സെറ്റ് ചെയ്തതാണ്. ഒന്നും നമ്മൾ പുറത്തുനിന്ന് ആളെ ഇറക്കാതെ അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാതെ അവരുടെ മൊബൈലിൽ ചെയ്തിട്ടുള്ള അവരുടെ ഡിസൈനിൽ അവരുടെ ഐഡിയയിൽ വന്നിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പുറത്തുള്ളതും ഇതേപോലെ ഇതൊരു പഴയ കാല വാഹനം എന്നുള്ള നിലയിൽ ഏറ്റവും എന്താണ് ഓർഡിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പഴയ കാലത്തുള്ള വാഹനങ്ങളാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതില് പ്രത്യേകിച്ച് എഞ്ചിൻസ് കയറ്റിയിട്ടില്ല. നമ്മളിപ്പോ ഇതില് ഡെമോ ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ എന്താ വെച്ചാല് കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം വെച്ചാൽ ഇനി ഇലക്ട്രിക്കൽ ആയിട്ട് ഐറ്റംസ് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ബാക്കി കാര്യങ്ങൾ. ഇതിപ്പോ എന്താ വെച്ചാൽ അതെ ബൈക്കിന്റെ വീലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ചെയിൻ ഡ്രൈവ് ആക്കിയിട്ട് നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബാക്കിൽ അതേപോലെ നമുക്ക് ഇലക്ട്രിക്കൽ മോട്ടോർ വെച്ചിട്ട് ഒരു പുഷിംഗ് എന്നുള്ള നിലയിൽ ബാക്കിൽ നിന്ന് കൊടുക്കണം എന്നുള്ള ഡിസൈനിലാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് നമ്മൾ സാധാ ഷീറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. നമ്മൾ ഈ ഫ്ലെക്സ് ഇല്ലേ, ഈ ഫ്ലെക്സ് വെച്ച് ചെയ്താണെങ്കിലും ഇത് പിന്നെ പെയിന്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്താണ്. ഇതൊരു ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇത് മാത്രം വരിക. മറ്റേ നമ്മൾ ഈ കമ്പിയും കാര്യങ്ങളൊക്കെ എങ്ങനെ എത്രത്തോളം വെക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഡിസൈനിങ് വരുന്നത്. എത്ര വലിച്ച് അല്ലെങ്കിൽ ഇത് ഒട്ടിക്കുന്നതിന്റെ ഭാഗമാണ് ഇതിന്റെ ഈ ഡിസൈൻ എടുത്ത് കിട്ടുക എന്ന് പറഞ്ഞത്. ഇതോ ഇപ്പുറത്ത് ഇതൊക്കെ നമ്മുടെ എഞ്ചിന്റെ ഭാഗമാണ്. ഇത് ഒരു എന്താണ് ഗിയർ ബോക്സ് ആണ്. ഒരു എന്താണ് BMW ഒരു ടൈപ്പ് കട്ട് പീസ് ആണ് ഗിയർ ബോക്സ്. ഗിയർ ബോക്സ് എന്താണ് എങ്ങനെയാണ് ഇതിന് ഗിയർ ബോക്സിന്റെ ഉള്ളിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇത് എഞ്ചിനാണ്. ഇത് ടാറ്റേന്റെ ഒരു എഞ്ചിനാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. ടാറ്റയുടെ അല്ലേ ഒരു എഞ്ചിനാണ്, ടാറ്റേന്റെ എഞ്ചിൻ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാം. പക്ഷെ എടാ ഇത് എത്തുവോ എന്താണ് കറണ്ട് വരുമോ? കറണ്ട് ഇത് നമ്മൾ ഇലക്ട്രിക്കൽ ആയിട്ട് നമ്മൾ ഈ മോട്ടോർ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇതിന്റെ ഉള്ളില് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കി ഭാഗങ്ങളൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, പിസ്റ്റൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പിസ്റ്റന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡെമോ ആയിട്ടാണ് നമ്മളിത് ഉൾഭാഗങ്ങൾ അതിന്റെ പ്രവർത്തന രീതി എന്താണ്. ഇത് കുറെ ഇത് വരുന്നുണ്ട്. സെക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ ആൻഡ് എക്സോസ്റ്റിംഗ്, അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ പിസ്റ്റന്റെ മൂവ്മെന്റ് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇത് എങ്ങനെ ഇതിൽ വർക്ക് ചെയ്യുന്നത്, അപ്പ് ആൻഡ് ഡൗണിലാണോ അല്ലെങ്കിൽ ഡൗൺ ആൻഡ് അപ്പ് ആണോ ഉള്ളതൊന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അത് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മളൊരു 4 സിലിണ്ടർ എഞ്ചിൻ എടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 4 പിസ്റ്റൺസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഭാഗങ്ങളിൽ വരുന്ന വേറൊരു കാര്യം ഈ ഡ്രൈവ് എങ്ങനെ കിട്ടുന്നു, അത് എന്തിലൊക്കെ പോകുന്നു എന്നുള്ളതാണ്. ഇത് കംപ്രസറിന്റെ ഭാഗമാണ്. ഇത് വാട്ടർ പമ്പാണ്. പിന്നെ അതേപോലെ എന്താണ് ഇത് എന്ന് പറഞ്ഞാല് ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ എന്ന് പറയും. ഡൈനാമോ നമ്മൾ പഴയ കാലത്ത് പറയുന്ന പേരാണ്. ഇപ്പൊ ഓൾട്ടർനേറ്റർ എന്നാണ് പറയാം. ഓൾട്ടർനേറ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന കറണ്ടിനെ DC, AC, DC മാറ്റാനുള്ള ഒരു കൺവേർഷൻ ആണ് അവിടെ നടക്കുന്നത്. എന്നാലേ ബാറ്ററിക്ക് ചാർജ് ആവത്തുള്ളൂ. അതിൽ വരുന്ന DC ചാർജിനെ AC ആക്കാം, അങ്ങനെയാണോ? അല്ല, AC-നെ DC ആക്കും. ഡയറക്റ്റ് കറണ്ട് ആക്കും. എന്നിട്ട് ബാറ്ററി ചാർജ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടത്തുന്നത്. ടാറ്റന്റെ എഞ്ചിനാണ് അവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ? സോറി, ടാറ്റന്റെ എഞ്ചിനാണ്. ഇത് ഏതായിരിക്കും, ഏത് വാഹനത്തിന്റെ ആയിരിക്കും ഏകദേശം? ഇത് കാറിന്റെ ആവാനാണ് ചാൻസ് കൂടുതൽ. കാറിന്റെ ആവാനാണ്. കാരണം ഡിഫറൻഷ്യൽ വരുന്നത് ഇവിടെയാണ്. മറ്റു ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ വലിയ വാഹനങ്ങൾക്ക് ഡിഫറൻഷ്യൽ എന്താണ് മിക്കവാറും നമ്മുടെ ഇതിൽ വരാറില്ല, അറ്റാച്ച്ഡ് ആയിട്ട് വരാറില്ല. ചെറിയ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഫ്രണ്ട് വീൽ ഡ്രൈവ്, 3 റിയർ വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ്, ഇങ്ങനെ 3 ഡ്രൈവുകൾ ഉണ്ട്. അപ്പൊ ആ ഡ്രൈവില് ഫ്രണ്ട് വീൽ ആയിരിക്കും ചാൻസ് കൂടുതൽ. ഇതിന്റെ പ്രത്യേകത എന്നു വെച്ചാൽ ഇത് ഈ പവർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പവർ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതിലും കൂടെയാണ് ആ പവർ പോകുന്നത്, ഗിയർ ബോക്സിന്റെ വർക്കിംഗ് എന്താണ്, ഗിയർ ബോക്സിന്റെ വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ എന്താണ് പവർ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. അത് കാണാനും മനസ്സിലാക്കാനും സൗകര്യം. ആമിന ITയിലാണ്. നിങ്ങളുടെ പേര്? പേര് മഹേഷ് കൃഷ്ണൻ എന്നാണ്. ഞാനിവിടെ തിയറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ
എന്താണ് കരേക്കാടാണ് എന്റെ സ്ഥലം. കരേക്കാടാണ് കറക്റ്റ്. കടങ്ങാത്തോണ്ടാണല്ലോ ആമിനായിട്ട് അല്ലേ? ആമിനായിട്ട് കടങ്ങാത്തോണ്ടുകൊണ്ട് നമ്മളിവിടെ കാടാമ്പുഴയിൽ ചെയ്യുന്നുണ്ട്. കാടാമ്പുഴ ബ്രാഞ്ചിന്റെ കീഴിലാണോ ഇത്? അതെ അതെ, കാടാമ്പുഴയാണ് നമ്മളിത് ചെയ്യുന്നത്. രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് നമുക്ക്. കടങ്ങാത്തോണ്ടുകൊണ്ട് കാടാമ്പുഴയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. നല്ല രീതിയിലുള്ള വിശദീകരണം തന്നു. താങ്ക് യു സോ മച്ച്. പ്രിയമുള്ളവരെ, ഇതുവരെ നമ്മൾ കണ്ടത് അമിനായിട്ടിയിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഒരു പ്രോജക്റ്റാണ്. ആ വാഹനം ഡമ്മി പ്രോജക്റ്റ് മാത്രമല്ല, അതിൻ്റെ റണ്ണിങ് എങ്ങനെയാണെന്ന് മാന്യപ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. തുടർന്നും ഒത്തിരി വിശേഷങ്ങളാണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. ഇഷ്ടമായവർ ലൈക്ക് സമാനമായി നൽകാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.